പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാത ഇത് കൂടുതലായും അപകട മേഖലയാണ് എന്നുള്ള ഒരു ആരോപണം നാട്ടുകാർ പറയുന്നുണ്ടായിരുന്നു. അത് ആശങ്കയ്ക്ക് വക നൽകുന്നതുമാണ് അവിടുത്തെ റെക്കോർഡ്സ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മിഥുൻ, അങ്ങനെ തന്നെയാണ്. കഴിഞ്ഞ കാലങ്ങളിൽ ഏറ്റവും കൂടുതൽ അപകടങ്ങൾ നടന്ന സ്ഥലമാണ് ഈ പുനലൂർ മൂവാറ്റുപുഴ ദേശീയ സംസ്ഥാന പാതയുടെ പത്തനംതിട്ട ജില്ലയിലൂടെ കടന്നു പോകുന്ന 45 കിലോമീറ്റർ ഭാഗം. ഇന്നലെയും അപകടമുണ്ടായി. ഇന്നലെ പിക്കപ്പ് വാനും ലോറിയും കൂട്ടിയിടിച്ച് അപകടമുണ്ടായി. അതിന് തൊട്ടു പിന്നാലെയാണ് ഒരു ദിവസം തികയും മുൻപ് അടുത്ത ദാരുണമായിട്ടുള്ള സംഭവം ഉണ്ടായിരിക്കുന്നത്. ഒരു കുടുംബത്തിലെ 4 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ അവരുടെ എല്ലാവരുടെയും പോസ്റ്റ്മോർട്ടം നടപടികൾ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ പൂർത്തീകരിച്ചിട്ടുണ്ട്. പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ നിന്നും 4 പേരുടെയും മൃതദേഹങ്ങൾ ഇടത്തിട്ടയിലെ മോർച്ചറിയിലേക്കാണ് മാറ്റിയിരിക്കുന്നത്. ഇടത്തിട്ടയിലെ മൊബൈൽ മോർച്ചറിയിലാണ് മൃതദേഹങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നത്. വിദേശത്തു നിന്നും ബന്ധുക്കൾ എത്താനുണ്ട്. ബന്ധുക്കൾ എത്തിയതിനു ശേഷമായിരിക്കും സംസ്കാര ചടങ്ങുകളിൽ അന്തിമമായിട്ടുള്ള ഒരു തീരുമാനമുണ്ടാവുക. ഇന്ന് വൈകിട്ടോടുകൂടി ഈ കാര്യത്തിൽ ഒരു തീരുമാനം വ്യക്തത വരുത്തുമെന്നാണ് ബന്ധുക്കൾ അറിയിച്ചിരിക്കുന്നത്. വിദേശത്ത് നിന്ന് ഒട്ടനവധി ബന്ധുക്കൾ എത്താനുണ്ട്. ഈ വിവാഹാഘോഷവുമായി ബന്ധപ്പെട്ട് നാട്ടിലേക്ക് എത്തിയ ബന്ധുക്കൾ കഴിഞ്ഞ ദിവസങ്ങളിലാണ് വിദേശത്തേക്കൊക്കെ ജോലി ചെയ്യുന്ന ആളുകളൊക്കെ 2 കുടുംബത്തിലെയും ആളുകൾ തിരികെ മടങ്ങിപ്പോയത്. അതുകൊണ്ട് തന്നെ അവർ എത്തുന്നതിന് വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പാണ് ഇനിയുള്ളത്. അത് നാളെ അല്ലെങ്കിൽ നാളെ കഴിഞ്ഞ് ആയിട്ട് സംസ്കാര ചടങ്ങുകൾ നടത്തുമെന്നാണ് പറയുന്നത്. ഒരേ ഇടവകയിൽപ്പെട്ട ആളുകളാണ് അനുവിൻ്റെയും നിഖിലിൻ്റെയും കുടുംബം. തൊട്ടടുത്ത വീടുകളിൽ ഉള്ളവരാണ്, ഒരേ ഇടവക പള്ളിയിലുള്ളവരാണ്. അതുകൊണ്ട് തന്നെ ഒരേ സമയത്ത് തന്നെ പൊതുദർശനം ക്രമീകരിച്ച് 2 വീടുകളിലായി പൊതുദർശനം ക്രമീകരിച്ച് ഒരേ സമയത്ത് സംസ്കാരം നടത്തുന്നതിനുള്ള നടപടികളായിരിക്കും ഉണ്ടാവുക. അത് സംബന്ധിച്ചിട്ടുള്ള അന്തിമമായിട്ടുള്ള ഒരു വ്യക്തത ഇന്ന് വൈകുന്നേരത്തോടുകൂടി കുടുംബാംഗങ്ങളുടെ കൂടിയാലോചനകൾക്ക് ശേഷം ഉണ്ടാകും എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. ഇടത്തിട്ടയിലുള്ള മോർച്ചറിയിലാണ് ഇപ്പോൾ 4 പേരുടെയും മൃതദേഹങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നത്. അനുവിൻ്റെ പിതാവ് ബിജു ജോർജ് പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലെ മുൻ സെക്യൂരിറ്റി ജീവനക്കാരനായിരുന്നു. അദ്ദേഹത്തിന് ഒട്ടനവധി വ്യക്തിബന്ധങ്ങളുള്ള സൗഹൃദങ്ങളുള്ള ഒരു സ്ഥലം കൂടിയായിരുന്നു പത്തനംതിട്ട ജനറൽ ആശുപത്രി. 6 വർഷമാണ് സൈനിക ജീവിതത്തിന് ശേഷം അദ്ദേഹം ഇവിടെ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ ജോലി ചെയ്തിരുന്നത്, സെക്യൂരിറ്റിയായി ജോലി ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വ്യക്തിബന്ധങ്ങളും അദ്ദേഹത്തിൻ്റെ സൗഹൃദങ്ങളും എല്ലാം പരിഗണിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മൃതദേഹം ഒരു 10 മിനിറ്റ് സമയത്തോളം പത്തനംതിട്ട ജനറൽ ആശുപത്രിക്ക് മുൻപിൽ പൊതുദർശനത്തിന് വെച്ചിരുന്നു. അതിനുശേഷമാണ് അത് മൃതദേഹം ഇവിടെ നിന്ന് ഇടത്തിട്ടയിലേക്ക് കൊണ്ടുപോയിരിക്കുന്നത്. 4 മൃതദേഹങ്ങളും ഇടത്തിട്ടയിൽ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഇനി ബന്ധുക്കൾ എത്തുന്ന സമയക്രമീകരണങ്ങളെല്ലാം വിശദമായി മനസ്സിലാക്കിയതിന് ശേഷം മാത്രമായിരിക്കും സംസ്കാര ചടങ്ങുകളുമായി ബന്ധപ്പെട്ടുള്ള ക്രമീകരണങ്ങളിലേക്ക് കടക്കുക എന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. 1.5 കിലോമീറ്റർ ദൂരപരിധിയിലാണ് അനുവിൻ്റെയും നിഖിലിൻ്റെയും വീടുകളുള്ളത്. 2 ഭാഗത്തു നിന്നുമുള്ള ബന്ധുക്കൾ എത്താനുമുണ്ട്. ഒരേ പള്ളി ഇടവകയാണ്. അത്തരത്തിലുള്ള ക്രമീകരണങ്ങളെല്ലാം ഇനി അനുബന്ധമായിട്ട് തീരുമാനിക്കേണ്ടതുണ്ട്. എന്തായാലും ഇവിടുത്തെ ഈ പോസ്റ്റ്മോർട്ടം നടപടികളുമെല്ലാം അന്തിമമായിട്ട് പൂർത്തിയാക്കിയിരിക്കുന്നു. ഇനി മൃതദേഹങ്ങൾ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹങ്ങൾ ബന്ധുക്കൾ ഏറ്റുവാങ്ങി അടുത്ത സംസ്കാരത്തിൻ്റെ ഘട്ടത്തിലേക്കായിരിക്കും കിടക്കുക. പുനലൂർ മൂവാറ്റുപുഴ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയിൽ നിരന്തരമായിട്ടുള്ള അപകടങ്ങൾ, അപകടക്കെണിയായി മാറുന്ന ചോരപ്പുഴയായി മാറുന്ന റോഡ്, നിരവധിയായ അപകടങ്ങൾ എല്ലാ ദിവസവും തുടർ പരമ്പര പോലെ സംഭവിക്കുന്ന റോഡ്. അതുകൊണ്ട് തന്നെ ഈ ഒരു അപകടത്തിലും വാഹനം ഓടിച്ച അനുവിൻ്റെ പിതാവ് ബിജു ഉറങ്ങിപ്പോയതായിരിക്കാം എന്നതടക്കമുള്ള കാര്യങ്ങൾ സൂചനകളായി വിലയിരുത്തലുകൾ ഉണ്ട്. മോട്ടോർ വാഹന വകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് വേഗത, ഡ്രൈവർ ഉറങ്ങിപ്പോയത് തുടങ്ങിയ കാരണങ്ങളെല്ലാം പരിശോധിക്കപ്പെടുന്നുണ്ട്. അത്തരത്തിലുള്ള കാരണങ്ങൾ അവിടെ നിലനിൽക്കുമ്പോഴും ഈ റോഡ് ഇങ്ങനെ നിരവധിയായിട്ടുള്ള അപകട പരമ്പരകൾക്ക് കാരണമാകുന്ന ഒരു റോഡ് ആണ് എന്നുള്ളത് ഇത് ഒറ്റപ്പെട്ട ഒരു അപകടമല്ല. റോഡിൻ്റെ അശാസ്ത്രീയമായ നിർമ്മാണത്തിലെ പാകപ്പിഴകളെല്ലാം ഈ അപകടങ്ങൾ വരുത്തിവെക്കുന്ന കാരണമായിട്ട് മാറുന്നുണ്ട്. നാട്ടുകാർ ഉന്നയിക്കുന്ന പരാതിയിൽ കഴമ്പുണ്ട് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യമായിട്ട് പറയേണ്ടത്. ഒപ്പം ഈ അപകട സൂചനാ ബോർഡുകളോ അപകട സൂചനാ വിളക്കുകളോ ഒന്നും കാര്യമായിട്ട് ഈ റോഡുകളിലെങ്കും ഇല്ല എന്നുള്ളതും എടുത്ത് പറയേണ്ട കാര്യം തന്നെയാണ്. ഇക്കാര്യങ്ങളിലെല്ലാം വിശദമായിട്ടുള്ള പരിശോധന ഉണ്ടാകുമെന്നാണ് ജില്ലാ കളക്ടറും കോന്നി MLA ജിനേഷ് കുമാറും ഈ ആശുപത്രി സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തിയതിനു ശേഷം പറഞ്ഞിരിക്കുന്നത്. മോട്ടോർ വാഹന വകുപ്പും റോഡ് സേഫ്റ്റി അതോറിറ്റി ആളുകളുമൊക്കെയായിട്ടുള്ള ചർച്ചകൾ ഉണ്ടാകും, കൂടിയാലോചനകൾ ഉണ്ടാകും. ഈ റോഡിൽ അപകട സൂചനാ ബോർഡുകളും ദിശാ സൂചനാ ബോർഡുകളും എല്ലാം സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ക്രമീകരണങ്ങൾ അടിയന്തരമായി തന്നെ നടപ്പാക്കുമെന്നാണ് ജില്ലാ കളക്ടർ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും റോഡ് അപകടത്തിൽ 4 വിലപ്പെട്ട മനുഷ്യജീവൻ കൂടി വീണ്ടും പൊലിഞ്ഞിരിക്കുന്നു. ദാരുണമായ സംഭവത്തിന്റെ ഞെട്ടലോടുകൂടി വീണ്ടും കേരളത്തിന് ഉറക്കം എഴുന്നേൽക്കേണ്ടി വരുന്നു. കാരണം ദിവസങ്ങളിൽ പാലക്കാടുണ്ടായ സംഭവത്തിനൊക്കെ സമാനമായ രീതിയിൽ തന്നെ ഉള്ള ഒരു അപകട വാർത്ത, ദാരുണ സംഭവം പത്തനംതിട്ടയിൽ വീണ്ടും ആവർത്തിക്കുകയും ചെയ്തിരിക്കുന്നു. അനു, മിഥുൻ അയ്യപ്പൻ, മിഥുൻ മുരളി എന്നിവരാണ് വിവരങ്ങൾ നൽകിയത്.